ബ്രെയിനിലെ ഏതെങ്കിലും ഭാഗത്ത് രക്തയോട്ടം നിലച്ച് നെർവ് കോശങ്ങൾക്ക് വേണ്ട ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരുമ്പോൾ ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളിലെ ഞരമ്പുകൾക്കും പേശികൾക്കും തളർച്ചയും ബലക്ഷയവും ഉണ്ടാകുന്നതിനെയാണ് ബ്രെയിൻ അറ്റാക്ക് ഓർ സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്ന് പറയുന്നത്. അമിത രക്തസമ്മർദ്ദം ഉള്ളവർക്കാണ് ഇത്തരം ബ്രെയിൻ അറ്റാക്ക് അഥവാ സ്ട്രോക്കിന് സാധ്യത കൂടുതൽ. ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ഉള്ളവരിൽ സ്ട്രോക്ക് സാധ്യത കൂടാൻ എന്താണ് കാരണം? അമിത രക്തസമ്മർദ്ദം മാറ്റാനും പക്ഷാഘാതം ഉണ്ടാകുന്നത് ഒഴിവാക്കാനും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബ്രെയിനിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ കൂടുതൽ പക്ഷാഘാതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ അറ്റാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ബേസിക്കലി ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെറിബ്രം ഉണ്ട്. അതിൽ തന്നെ 4 ഭാഗങ്ങളായിട്ടുണ്ട്. ഫ്രോണ്ടൽ ഏറ്റവും മുമ്പിലുള്ള സെറിബ്രം, അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ഇരിക്കുന്നത് സെറിബ്രമാണ്. അതിൽ മുൻഭാഗത്തെ നമ്മൾ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. പിന്നെ അതിൻ്റെ പുറകിലുള്ളത് പെരൈറ്റൽ ലോബ്, പിന്നെ ഏറ്റവും ബാക്കിലായിട്ടുള്ള ഓക്സിപിറ്റൽ ലോബ്, സൈഡിലായിട്ട് വരുന്ന ടെമ്പറൽ ലോബ്. അതിൻ്റെ ഈ ഓക്സിപിറ്റൽ ലോബിൻ്റെ താഴെയാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബെല്ലമാണ് നമ്മളുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. സെറിബ്രം നമ്മളുടെ തിങ്കിങ്ങും നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് മെയിൻ ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ അതിൻ്റെ ഉള്ളിലെ കോറായിട്ട് വരുന്നതാണ് ബ്രെയിൻ സ്റ്റെമും മറ്റു തലാമസ് അങ്ങനെയൊക്കെ പറഞ്ഞ്, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി 2 തരത്തിലാണ് സ്ട്രോക്ക് വരുന്നത്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അത് നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ, ഹാർട്ട് അറ്റാക്ക് പോലെയാണ് ഇത്. ബ്രെയിൻ അറ്റാക്കാണ് ശരിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു രക്തക്കുഴലങ്ങ് ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. അതിനാണല്ലോ നമ്മൾ സ്റ്റെൻറ്റ് ഇടുകയും ബൈപ്പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ബ്രെയിനിൽ സ്ട്രോക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ അത് ബ്ലോക്ക് ആകുമായിരിക്കും, അല്ലെങ്കിൽ ഈ ബ്രെയിനിൻ്റെ രക്തക്കുഴലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വളരെ നേരിയതാണ്, അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ബ്രെയിനിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റാണ് അതിനകത്ത്. നമുക്ക് ഹാർഡിനാണ് തന്നെ മസിലാണ്, അപ്പോൾ അതിന് ചുറ്റും മസിലൊക്കെ ഉള്ള രക്തക്കുഴലിന് പൊട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ബ്രെയിനിനകത്ത് രക്തക്കുഴലുകളുടെ സാധ്യത അതുകൊണ്ട് വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടി രക്തം ബ്രെയിനിലേക്ക് പടരുന്നതിനാണ് ഹെമറേജിക് ഷോക്ക് എന്ന് പറയുന്നത്. മറ്റത് ബ്ലോക്ക് വരിക, ഒരു രക്തക്കട്ട പോയി അവിടെ അടയുക. ഒന്നെങ്കിൽ ഹാർട്ടിൽ വല്ലതും ഉണ്ടായ ഒരു രക്തക്കട്ട അങ്ങോട്ട് പോയിട്ട് അത് അവിടെ അടയാകാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു പ്രോബ്ലം, ഒരു രക്തക്കുഴലിനൊരു ഡാമേജ് വന്ന് ഒരു വിള്ളൽ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ രക്തക്കൊട്ട ഉണ്ടാകുമായിരിക്കാം. ഈ 2 രീതിയിലാണ് സാധാരണ ഒരു സ്ട്രോക്ക് വരുന്നത്. ബേസിക്കലി സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു രക്തക്കുഴലിൻ്റെ അസുഖമാണ്. ബേസിക്കലി രക്തക്കുഴലിലാണ് അവിടെ ഡാമേജ് വരുന്നത്. വാസ്കുലോപ്പതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അതിൽ സിംറ്റംസ് എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ ഏത് ഭാഗമാണ് അഫക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ബ്രെയിന് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റിലേക്കുള്ള ഇതാണ്. കാരണം നമ്മളുടെ ബ്രെയിൻ സ്റ്റെം നമ്മുടെ ഈ തലയുടെ ഏറ്റവും മുകളിലത്തെ കഴുത്തിൻ്റെ മുകളിലത്തെ തലയുടെ ഏറ്റവും ലോവസ്റ്റ് ഭാഗം, അവിടെ ബ്രെയിൻ സ്റ്റെമ്മിൽ വെച്ചിട്ട് നമ്മളുടെ ഇപ്പോൾ താഴേന്ന് പോകുന്നതല്ല ആണെങ്കിൽ അവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഈവൻ നമ്മുടെ സ്പൈനൽ ലെവലിൽ ഓരോ ലെവലിലും വെച്ചൊരു ക്രോസിംഗ് ഉണ്ട്. അവിടെ വെച്ച് ക്രോസ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും. അതുപോലെ റൈറ്റിൽ നിന്നുള്ളത് ലെഫ്റ്റിലേക്കും പോകും, ലെഫ്റ്റിൽ നിന്നുള്ളത് റൈറ്റിലേക്കും പോകും. അതാണൊരു നമുക്ക് അറിയാലോ ഈ മെഡിക്കൽ IMAയുടെയും അതുപോലെ മെഡിക്കൽ കൗൺസിലിൻ്റെയും ഒക്കെ പഴയ എംബ്ലത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന പടമാണല്ലോ വരുന്നത്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ സ്പൈനിനകത്തെ നമ്മളുടെ ഈ നെർവ് ഫൈബേഴ്സ് പോകുന്ന ഒരു രീതിയാണ്. ഈ പാമ്പ് ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അപ്പം ഒരു കട്ട പിടിക്കുകയോ ബ്രെയിനിൽ രക്തം കട്ട പിടിക്കുകയോ അല്ലെ ബ്ലഡ് വെസൽ ലീക്ക് ആവുകയോ റൈറ്റ് സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബോഡി ആയിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതുപോലെ ലെഫ്റ്റിൽ വന്ന് റൈറ്റ് സൈഡിലും ആയിരിക്കും കാണിക്കുന്നത്. യൂഷ്വലി നമ്മുടെ തുടക്കം കൂടുതലായി കഴിയുമ്പോഴേക്കും അങ്ങ് പാരാലിസിസ് പോലെ, അതായത്
പക്ഷാഘാതം, ഇങ്ങനെ നമ്മൾ പക്ഷാഘാതം എന്ന് പറയുമ്പോൾ കൂടുതൽ അങ്ങ് കൈയൊന്നും പൊക്കാൻ മേലാത്ത ഒരു നിലയിലേക്ക് എത്തുന്നത്. പക്ഷെ തുടക്കത്തിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസിൽ ഒരു വീക്ക്നെസ് ആയിരിക്കും. പിന്നെ അതുപോലെ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനോടാണെങ്കിൽ നമ്മൾ കൈ പൊക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സൈഡിൽ കൈ താഴേക്ക് പോകും, അതായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ ചിലപ്പം വർത്തമാനം സ്പീച്ച് കുറഞ്ഞു പോകും. അത് ചിലപ്പം സംസാരിക്കാനായിരിക്കും ഇത് ഏത് ഭാഗത്ത് വന്നെന്നനുസരിച്ചായിരിക്കും. സ്പീച്ചിൽ തന്നെ മോട്ടോർ ഏരിയ ഉണ്ട്, അതിൻ്റെ കോർഡിനേഷൻ ഏരിയ ഉണ്ട്. അപ്പം ചിലർക്ക് മനസ്സിലാകുകയില്ല, സംസാരിക്കുന്നത് എന്താണെന്ന് തന്നെ പിടികിട്ടിയില്ല, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ആകാൻ വരാവുന്നത്. പിന്നെ കണ്ണിന് ചിലപ്പോൾ കണ്ണിൻ്റെ ഒരെണ്ണം തന്നെ രണ്ടായിട്ട് കാണും, അതായത് കണ്ണിൻ്റെ മസിലുകളെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെ കണ്ണിൻ്റെ നെർവ്സിന് ഒപ്റ്റിക് നെർവിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, കാഴ്ച തന്നെ മങ്ങാം. പിന്നെ ഈ സെറിബെല്ലം ഭാഗത്താണ് വന്നിരിക്കുന്നതെങ്കിൽ വേച്ചു പോകുന്നത് പോലെ അറ്റാക്സിയ എന്ന് പറയും, അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഓരോ രീതിയിലും ഏത് ഭാഗത്താണോ നമുക്ക് വന്നിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞെങ്കിൽ ബ്രെയിനിൻ്റെ നമ്മളുടെ ബോഡിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിനിൽ എവിടെയൊക്കെയാണ് ഇതല്ല, അത് പ്രത്യേകിച്ച് പലതായിട്ട് നമ്മളുടെ ഈ സെൻസറി ആൻഡ് മോട്ടോർ, അതായത് നമ്മളുടെ സെൻസേഷനെ കുറിച്ചുള്ളതും മോട്ടോർ ആക്ടിവിറ്റീസ്, നമ്മുടെ മസിലിൻ്റെ ആക്ടിവിറ്റീസും പെറൈറ്റൽ ലോബാണ്. അതായത് ഫ്രോണ്ടൽ ലോബ് നമ്മുടെ തിങ്കിങ് ഒക്കെയാണ്, പിന്നത്തെ ലോബിലാണ്. അവിടെ വരുമ്പോഴാണ് ശരിക്കും മസിലിനെയൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുപോലെ സെൻസേഷനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിനിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ ഓരോ ബോഡി പാർട്ടിനെ വെച്ചുകൊണ്ട് അതിനൊരു ഹ്യൂമൻകുലസ് ബ്രെയിൻ റെപ്രസെൻറ്റിങ് ബോഡി പാർട്സിൻ്റെ പടങ്ങളൊക്കെ കാണാം. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒത്തിരി വലുതായിരിക്കും, മുഖവും ചുണ്ടും ഒക്കെ ഒത്തിരി വലുതായിരിക്കും. കാരണം അത്രയും കൂടുതൽ ഭാഗം ബ്രെയിനിൽ നമ്മളുടെ ഈ മോർ സെൻസിറ്റീവ് ആൻഡ് മോർ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് അത്ര കൂടുതലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹ്യൂമൻകുലസ് ബ്രെയിൻ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിസ്ഫിഗേർഡ് ഹ്യൂമൻ ബീയിങ് പോലെ ഇരിക്കും. തീരെ മെലിഞ്ഞ ബോഡിയും വലിയ തലയും വലിയ ചുണ്ടും വലിയ കൈകളും ഒക്കെ ഉണ്ട്. അപ്പം അത് കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കാം നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ അത്തരം ഇത് അത് നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പടങ്ങളാണ് അത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പല ഇപ്പോൾ 3 ഡയമെൻഷനിലും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മോഡേൺ മെഡിസിനിലെ ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്ന് നമ്മളെ ബ്രെയിനിനെ കുറിച്ചുള്ള സ്റ്റഡീസിലൊക്കെ അങ്ങനത്തെ റെപ്രസെൻറ്റേഷൻസും ഇപ്പം കാണാൻ പറ്റുന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സിവിയർ അറ്റാക്ക് ആയിരിക്കും. അപ്പോൾ ചിലപ്പം ഭയങ്കര തലവേദനയും പെട്ടെന്ന് ബോധക്കേട് പോലെ ആയിരിക്കും വരുന്നത്, ഒരു സിവിയർ അറ്റാക്ക് ആണെങ്കിൽ. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബേസിക്കലി നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്തയോട്ടം എങ്ങനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരോട്ടിഡ് ആർട്ടറി ഉണ്ട് ഇവിടെ നമ്മുടെ ഹാർട്ടിൻ്റെ അയോട്ടയിൽ നിന്ന് നേരെ മുകളിലേക്ക് പോകുന്നത്. ഈ കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നാണ് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ. അതൊരു ഇന്റേണൽ കരോട്ടിഡ്, എക്സ്റ്റേണൽ കരോട്ടിഡ്, പിന്നെ വെർട്ടിബ്രൽ ആർട്ടറി എന്നൊക്കെ പറഞ്ഞ് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് 3 ഇതായിട്ട് ചെന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ മേജർ ഒരു ഭാഗത്താണെങ്കിൽ ബ്ലോക്ക് വന്നിരിക്കുന്നത് ചിലപ്പം മേജർ അറ്റാക്ക് ആയിരിക്കും, ചിലപ്പം ബോധം പോയെന്നിരിക്കും. അതോടെ ആള് ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോലും എത്തിക്കാൻ പറ്റാതെ ഒന്നും മരിക്കുന്നത് മേജർ രക്തക്കൊഴൽ വരുമോ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ബ്ലീഡിങ് വരുമോ ഒക്കെ ചെയ്യുമ്പോഴാണ്. ബ്ലീഡിങ്ങിനാണെങ്കിൽ പലപ്പോഴും ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും, തലവേദനയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ എത്ര വലിയ രക്തക്കൊഴലിനെയാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും സിംറ്റംസ് വരുന്നത്. പിന്നെ ചിലത് പറയും നമ്മൾ TIA, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. അത് ചെറിയ രീതിയിലായിരിക്കും, ചിലപ്പോൾ ഒന്ന് മുഖം കൂടിപ്പോയി, അല്ലെ ഇച്ചിരി സംസാരത്തിന് ഇത് വന്നു, അല്ലെ കൈക്കൊരു വീക്ക്നെസ്. പക്ഷെ അത് 24 മണിക്കൂറിനുള്ളിൽ റിക്കവർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ യൂഷ്വലി TIA എന്നാണ് പറയുന്നത്. യൂഷ്വലി സ്ട്രോക്ക് എന്ന് പറയാറില്ല, പക്ഷെ അതൊരു സ്ട്രോക്ക് തന്നെയാണ്, പക്ഷെ ഒരു മൈനർ ഫോം. പിന്നെ ചില സ്ട്രോക്കുകൾ നമ്മൾ അറിയാതെ പോകും, സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. അത് പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷനിലാണെങ്കിൽ ചെറിയ ഏരിയാസ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളത് ചിലപ്പോൾ ഒരു ചെറിയ മരവിപ്പോ അല്ലെ ഒരു സെൻസേഷൻ കുറവോ ചില ഭാഗത്തൊക്കെ തോന്നി നമ്മളത് അത്ര ഇഗ്നോർ ചെയ്ത് കളയില്ല. അവർ ചിലപ്പോൾ തോന്നിയില്ലെന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ
അവരുടെ ഓൾറെഡി നെർവ് സിസ്റ്റം ഒക്കെ എഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ സെൻസേഷൻ കുറവായിരിക്കും. അപ്പോൾ ചെറുതൊന്നും നമ്മൾ അറിയാതെ പോകും. അതിന് സൈലൻറ്റ് അറ്റാക്സ് എന്ന് പറയും. അത് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മെമ്മറി കുറവൊക്കെ വരുമ്പം MRI ഇപ്പം പലപ്പോഴും ഇപ്പം സ്ഥിരം കാണാറുള്ള ഒരിതാണ്, ഈ പ്രായമായ ആൾക്കാർക്ക് മെമ്മറിയും ആങ്സൈറ്റിയും ഡിപ്രഷൻ അതുപോലത്തെ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഒക്കെ സസ്പെക്ട് ചെയ്യുമ്പം ബ്രെയിൻ MRI എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് പലയിടത്തും ചെറിയ ചെറിയ അറ്റാക്കും ഒക്കെ വന്നിട്ട് നമ്മുടെ ആ ബ്രെയിനിൻ്റെ ഗ്രേ മാറ്റർ എന്ന് പറയും, അതിൻ്റെ ബ്രെയിനിൻ്റെ സെൽസ് ഇരിക്കുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ, അതിന് കട്ടി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ സൈലൻറ്റ് അറ്റാക്കുകൾ പോലെ വന്ന് ബേസിക്കലി രക്തഓട്ടം അങ്ങോട്ട് കുറഞ്ഞു പോയി ചെറിയ ബ്ലോക്കുകളും ചെറിയ ബ്ലീഡിങ്ങും ഒക്കെ വന്നിട്ട് സംഭവിക്കുന്നതായിരിക്കും. അത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം. അതെല്ലാം കൂടുതൽ വരുന്നത് ഈ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ ഉള്ള പേഷ്യൻസ്, കൊളസ്ട്രോളും ഒക്കെ ഉള്ള പേഷ്യൻസിന് കുറച്ച് ഏജ് കൂടുന്നതനുസരിച്ച് അവിടെ കോഗ്നിറ്റീവ്, അതായത് നമ്മളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും മെമ്മറിയും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെ അവിടെ ഓരോ പതുക്കെ ചെറുതായിട്ട് ബ്രെയിൻ സെൽസിന് ഡാമേജ് വരുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളുടെ പ്രായമാകുമ്പോഴേക്കും ഈ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസും കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവരുടെ മെമ്മറി കുറയും, ഇൻ്റലിജൻസ് കുറയും, ബിഹേവിയറൽ അബ്നോർമാലിറ്റി ചിലർ കാണാമല്ലോ, വളരെ നല്ല ശാന്ത സ്വഭാവമുള്ളവർ പെട്ടെന്ന് ഇറിറ്റബിൾ ആകാൻ തുടങ്ങും. ഇതൊക്കെ നമ്മുടെ ഈ ബ്രെയിനിന് വരുന്ന ഡാമേജ് കൊണ്ട് വരുന്നതാണ്. പിന്നെ എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയുക? ഇതിപ്പോൾ ഒരു അറ്റാക്ക് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അതായത് ബ്രെയിൻ അറ്റാക്ക് വന്നിട്ടുണ്ടോ, അതായത് പക്ഷാഘാതത്തിൻ്റെ ആണോ, നമുക്കൊരു സംശയം തോന്നിയാൽ ചെയ്യുന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അതൊരു CT സ്കാൻ അല്ലെ MRI എടുക്കും. CT സ്കാനിൽ നമുക്ക് ബ്ലീഡിങ് കൊണ്ട് വന്നതറിയാൻ പറ്റും. പക്ഷേ ക്ലോട്ട് വന്നിട്ടുള്ളതിനാണ് ചിലപ്പം നമുക്ക് അറിയാൻ പറ്റുക, അത്ര സെൻസിറ്റീവ് അല്ല. അതിന് MRI ആണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതിന് ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് കാരണം കണ്ടുപിടിക്കണമല്ലോ. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ പലതും നോക്കേണ്ടി വരും. BP, ഹൈപ്പർ ടെൻഷൻ ആണല്ലോ നമ്മുടെ ഏറ്റവും ഹൈപ്പർ ടെൻഷൻ എങ്ങനെ ഇതുണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. BP നോക്കാം. BP നോക്കുമ്പോൾ പലരിലും ഒത്തിരി കൂടുതലായിരിക്കും. പിന്നെ കൊളസ്ട്രോളും ഡയബറ്റീസും അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇപ്പം നമുക്ക് നേരത്തെ അറിയണമെങ്കിൽ, ഇപ്പം നമുക്കൊരു ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റാണ്, എനിക്ക് സ്ട്രോക്കിന് സാധ്യത എത്ര കൂടുതലുണ്ടോ എന്നറിയാൻ നമ്മളുടെ ബേസിക്കലി ഹാർട്ട് അറ്റാക്കിനാണെങ്കിലും സ്ട്രോക്കിൻ്റെ ആണെങ്കിലും ഒരു മേജർ കാര്യം ആത്രോസ്ക്ലിറോസിസ്, അതായത് നമ്മളുടെ രക്തക്കുഴലിൽ ഫാറ്റ് അടിഞ്ഞ് രക്തക്കുഴലിനെ ബ്ലോക്ക് ആകുന്ന, അതിന് നമുക്ക് ഈ നമ്മളുടെ കഴുത്തിലെ രക്തക്കുഴൽ, അത് ഞാൻ പറഞ്ഞല്ലോ, കരോട്ടിഡ് ആർട്ടറി വളരെ സൂപ്പർഫിഷ്യലാണ്. അപ്പോൾ അതിനെ നമുക്ക് വളരെ കൃത്യമായിട്ട് അൾട്രാസൗണ്ട് വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. അതിനാണ് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങിൻ്റെ അവിടെ ഇതിൻ്റെ ഇൻറ്റിമ മീഡിയ തിക്നെസ് എന്ന് പറയും, കൊറോട്ടിഡ് ഇൻറ്റിമ മീഡിയ തിക്നെസ്. അതൊരു അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമുക്കൊരാൾക്ക് സംശയമുണ്ട്, എനിക്ക് ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് സ്ട്രോക്ക് ഉണ്ടോ, ഓൾറെഡി ഹൈപ്പർ ടെൻഷനും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആത്രോസ്ക്ലിറോസിസ് വന്നിട്ടുണ്ട്, എന്തോരം അവിടെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് അറിയാനുള്ളൊരു ടെസ്റ്റാണത്. അത് എക്സ്റേയോ റേഡിയേഷനോ ഒന്നുമില്ല. അത് നമുക്ക് എത്ര പ്രാവശ്യം വേണം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഈ അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള കൊറോണറി ഇൻറ്റിമ മീഡിയ തിക്നെസ് അസസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാൻ പറ്റും. യൂഷ്വലി നമ്മളിങ്ങനെ എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും റീചെക്ക് ചെയ്ത് രക്തയോട്ടം കൂടുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു കൊറോണറി ആർട്ടറി എക്കോ അല്ല ഡോപ്ലർ സ്റ്റഡിയും കൂടെ നോക്കാം. പിന്നെ നമ്മൾ ഇതെല്ലാം രക്തക്കുഴലുകളുടെ കുഴപ്പം കൊണ്ടാകുമ്പോൾ അത് ഹാർട്ടുമായിട്ടും കൂടെ ബന്ധപ്പെട്ടായിരിക്കും ഈ സ്ട്രോക്കൊക്കെ വരുന്നത്. അപ്പോൾ സ്ട്രോക്ക് വരുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഒരു എക്കോകാർഡിയോഗ്രാം, ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെയും അതിൻ്റെ ഫങ്ഷൻസും കൂടെ അറിയുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിനാണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണല്ലോ പമ്പ് ചെയ്യുന്നത്, അതിൽ ഈ പ്രഷറുള്ള ആളുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാർട്ടിൻ്റെ ഇടത് അറ കൂടുതൽ ശക്തിയായിട്ട് പ്രഷർ ചെയ്യേണ്ടി വരും, കൂടുതൽ പണി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വേണം, കൂടുതൽ പണി ചെയ്യുമ്പോൾ അതിൻ്റെ മസിലൊക്കെ കൂടുതൽ തടിച്ചു വരും. അപ്പോൾ അതിനാണ് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അപ്പോൾ പ്രോബ്ലം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തടിപ്പ് രക്തക്കുഴലിന് കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ടത് കൊണ്ട്
കൂടുതൽ മസിൽ പമ്പ് ചെയ്യുമ്പോൾ മസിലിന് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും, അല്ലെങ്കിൽ ന്യൂട്രീഷൻ വേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ രക്തക്കൊഴലുകളൊക്കെ അടഞ്ഞിരിക്കുകയായിരിക്കും. അതായത് ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളോ കൊറോണറി ആർട്ടറിയിലും യാത്രോസ്ക്ലെറോസിസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? മസിലിൽ എല്ലാം വലിയ വണ്ണം വെച്ചിരിക്കുക, പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് രക്തക്കൊഴലുകൾ അങ്ങോട്ടുള്ളതെല്ലാം അടഞ്ഞിരിക്കുക. അപ്പം അങ്ങോട്ടുള്ള ട്രാഫിക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അവിടെ ഹാർട്ടിന് അറ്റാക്ക് വരാനും അങ്ങനെയുള്ളവർക്ക് സാധ്യതയില്ല. ആക്ച്വലി നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ അറ്റാക്കും ഒക്കെ ഒരേ റീസൺ ഏകദേശം ഒന്നാണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്ക് ബ്രെയിൻ അറ്റാക്ക് വരാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം. ഹാർട്ടിന് വരുന്നത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു, ബ്രെയിനിന് വരുമ്പോൾ ബ്രെയിൻ അറ്റാക്ക് എന്നും പറയാം, ഓരോ സ്ട്രോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ പല പേരുകൾ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ മെയിൻ ഏറ്റവും പ്രധാന കാരണം ഈ ബ്രെയിൻ സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാരണം നമ്മൾ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ്. അതിലെന്താ സംഭവിക്കുന്നത്? ഹൈപ്പർ ടെൻഷൻ വരുമ്പം എന്താ സംഭവിക്കുന്നത്? രക്തക്കൊഴലുകൾക്കാണ് ഡാമേജ് വരുന്നത്. രക്തക്കൊഴലുകളിൽ ഈ കൂടുതൽ പ്രഷറിൽ ഈ ബ്ലഡിൽ കൂടെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഈ ലൈനിങ് ഉണ്ടല്ലോ, എൻഡോത്തീലിയൽ എന്ന് പറയും ഈ രക്തക്കൊഴലുകളുടെ ലൈനിങ്ങിന്, അതിന് ഡാമേജ് വരും. അപ്പം അതിന് ഡാമേജ് വരുന്നതനുസരിച്ച് അവിടെ ഇൻഫ്ലമേഷൻ വരും, അവിടെ ഈ കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടും. ഇപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനെല്ലാം തന്നെ മിക്കവാറും ഈ രോഗങ്ങളിലേക്ക് പോകുന്നവർക്ക് പ്രഷറിനൊപ്പം കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കാണും. അപ്പോൾ അതടിയാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പിന്നെ ഇങ്ങനെ ഈ പ്രഷറിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മസിൽ ചിലപ്പോൾ വീക്കായി, ചിലപ്പം അനൂറിസം, അതായത് ഈ അനൂറിസം ബ്രെയിന് രക്തക്കൊഴൽ പൊട്ടി ഇതെന്നൊക്കെ പറയുമല്ലോ, ഈ സ്ട്രോക്ക് വന്നാൽ പലപ്പോഴും അതിന് അനൂറിസം എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ബ്രെയിനിൽ തന്നെ ഈ രക്തക്കൊഴലുകൾ വീക്കായിട്ട് അവിടെ ഒരുതരം ബലൂൺ പോലെ വീർത്തിരിക്കും. അപ്പോൾ ഈ ബലൂൺ പോലെ വീർക്കുന്നത് എന്താ? അതിൻ്റെ ആ മസിലും ഒക്കെ വീക്കായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി മസിൽ വീക്കാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ അപ്സെറ്റോ, നമ്മുടെ ബോഡിയിൽ ഈ പ്രഷർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു ഇമോഷണൽ സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രഷർ കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ പൊട്ടൽ വരാം. അതുപോലെ തന്നെ ഇപ്പം പ്രഷറിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവരെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഇപ്പം മരുന്ന് കഴിക്കുന്നതിൻ്റെ സമയം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട്, മിക്കവാറും ആ മരുന്നിനൊക്കെ ഒരു ടൈം ഓഫ് ആക്ഷൻ ഉണ്ട്. 8 മണിക്കൂറുള്ളതാണ്, 8 മണിക്കൂർ. അത് ആ മരുന്ന് ആ സമയത്തെ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം റീബൗണ്ടായിട്ട് ബ്ലഡ് പ്രഷർ കൂടും, ഭയങ്കര ഹൈ. കാരണം ആ മരുന്നിൻ്റെ ഇതങ്ങ് മാറിയല്ലോ, അപ്പം ഭയങ്കര ഹൈ ആയിട്ട് കൂടും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അനൂറിസമോ അല്ലെങ്കിൽ രക്തക്കൊഴലുകൾക്ക് വീക്ക്നെസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഹെമറാജിക് ഷോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെമറാജിക് ഷോക്ക് പോലെ തന്നെ പ്രഷർ കൂടുമ്പോൾ നമുക്ക് ഈ അവിടെയൊക്കെ ഈ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കായിട്ടിരിക്കുകയാണല്ലോ. ഈ പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് ലെവൽ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അതിലൊരു വിള്ളലൊക്കെ വരാം. അപ്പം അവിടെ എന്തെങ്കിലും കൊഴുപ്പടിഞ്ഞിരിക്കുന്നതിൽ വിള്ളൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ പാറ്റൊക്കെ കൂടെ യൂസ് ഔട്ട് ചെയ്ത് ബ്ലഡിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ബ്ലഡ് കൊണ്ടുപോയി അവിടെ കട്ടയാകാൻ തുടങ്ങും. ഈ പ്ലേറ്റ്ലെറ്റും, അതായത് ബ്ലഡ് കട്ടയാകാനുള്ള മെക്കാനിസം അവിടെ പോയി അതിനെ സീൽ ചെയ്യാൻ നോക്കും. അപ്പോൾ അതൊരു ബ്ലോക്കായിട്ട് അവിടെ മാറും. അങ്ങനെയാണ് നമ്മൾ ഈ ഇസ്കീമിക് സ്ട്രോക്ക് അല്ലെങ്കിൽ ക്ലോട്ട് വന്നിട്ടുള്ള സ്ട്രോക്കിൻ്റെ കാരണം ഒരു പരിധി വരെ അതാണ്. പിന്നെ എന്തെങ്കിലും ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഇറഗുലർ ഹാബിറ്റ്സ് വരുമല്ലോ, അതായത് അരിത്മിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അരിത്മിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ ബ്ലഡ് എപ്പോഴും ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പമ്പിങ് നിൽക്കുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും വന്നാൽ അപ്പോൾ അവിടെ ക്ലോട്ട് വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ഇറഗുലർ ഹാർട്ടിൻ്റെ പമ്പിങ്, ഈ ബീറ്റിങ്ങിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ തന്നെ രക്തക്കട്ടകൾ ഉണ്ടാവാം. ഈ രക്തക്കട്ടകൾ നേരെ ബ്രെയിനിലേക്ക് പോയി ഏതെങ്കിലും രക്തക്കുഴലിൽ അടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണോ അടിയുന്നത് അതനുസരിച്ച് ആ ഭാഗത്തിന് ഡാമേജ് വരാം. അതാണ് ബേസിക്കലി ഈ ഇങ്ങനെ സംഭവിക്കുമ്പം നടക്കുന്നത്. പിന്നെ എങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ കൂടുതൽ സ്ട്രോക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പ്രഷർ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്കിൻ്റെ ഒരു സാധ്യത.
പിന്നെ കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ. കൊളസ്ട്രോൾ മാത്രമല്ല, ട്രൈഗ്ലിസറൈഡ് കൂടുതൽ. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റാറ്റിൻസ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ട്രൈഗ്ലിസറൈഡ്, അതും കൊഴുപ്പാണ്, രക്തത്തിലെ കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ്. അത് നമ്മൾ ഈ പറയുന്ന മരുന്നുകൾക്കൊന്നും അത്ര എഫക്റ്റീവായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഡയറ്ററി റെഗുലേഷൻ കൊണ്ട് മാത്രമേ ട്രൈഗ്ലിസറൈഡിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചാലും ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് സ്ട്രോക്കിനുള്ള സാധ്യത കൂടും. പിന്നെ ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നത്? സാധാരണ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണല്ലോ, അവിടെ ഗ്ലൂക്കോസ് കാരണം രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. അതുപോലെ തന്നെ ഇൻസുലിനും രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും, പ്രത്യേകിച്ച് സ്മോൾ രക്തക്കുഴലുകളെ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് വീണ്ടും പ്രഷറിൻ്റെ കൂടെ ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒബേസിറ്റി, അതായത് ഓവർ വെയിറ്റ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് വയറിൽ അബ്ഡോമിനൽ ഒബേസിറ്റി ഉള്ളവർക്ക്, അവരിൽ ഒന്ന് അവർക്ക് പ്രഷറും ഡയബറ്റീസും കാണും. അതുകൂടാതെ അവരിലെ ഹോർമോൺ മെക്കാനിസംസും ഇതിന് ഇൻസുലിൻ ലെവലും ഒക്കെ ഹൈ ആയിരിക്കും. അപ്പം ഇതുണ്ടാക്കുന്ന കാരണങ്ങളും ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്കിനുള്ള സാധ്യത കൂടുന്നത്. പിന്നെ നമ്മൾ ഈ കാണാറുണ്ട്, ഇത്തരം പല പേഷ്യൻസും ഈ അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലായിരിക്കും, അതായത് രക്തത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഹീമോഗ്ലോബിനും അതുപോലെ RBCയുടെ ഒക്കെ കൗണ്ട് കൂടുതലായിരിക്കും. അപ്പം രക്തത്തിൻ്റെ കട്ടിപ്പ് കൂടുതലായിരിക്കും. നമുക്കറിയാമല്ലോ, അതിനകത്ത് ഉള്ള ഒരു ബ്ലഡിൽ സാധാരണ ഒരാൾക്ക് 12 അല്ലെ 14 ഹീമോഗ്ലോബിനെങ്കിൽ അതിന് പകരം 18 ഹീമോഗ്ലോബിൻ കാണുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ RBCs ഉണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ ഇങ്ങനെ പോകുമ്പോൾ, പ്രത്യേകിച്ച് എവിടെയെങ്കിലും ബ്ലോക്കുള്ള ഒരു ചെറിയ രക്തക്കുഴലിലൂടെ കൊണ്ട് വരുമ്പോൾ അവിടെ ഇത് പോയി കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കും അതിന് പോളിസൈത്തീമിയ റുബ്രാവിറ എന്നൊക്കെ പറയും. പോളിസൈത്തീമിയ ബേസിക്കലി റുബ്രാവിറ, അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ട, പോളിസൈത്തീമിയ എന്ന് പറയും. അങ്ങനെയുള്ളവർക്കും സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്മോക്കിങ്, ആൽക്കഹോൾ, ഇതൊക്കെ നമ്മളുടെ സ്ട്രോക്ക് സാധ്യത കൂട്ടും. പിന്നെ ഇത്തരം പേഷ്യൻസ് തന്നെ പലരും സ്റ്റീറോയിഡ്സും അതുപോലെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളപ്പോഴും നമ്മൾ സ്ട്രോക്കിൻ്റെ സാധ്യത കൂടും. പിന്നെ പലതരം മരുന്നുകളും നമ്മൾ സ്ട്രോക്ക് സാധ്യത കൂട്ടുന്നതുണ്ട്. പ്രത്യേകിച്ച് ഹാർട്ടും BP-ക്കും ഒക്കെ എടുക്കുന്ന മരുന്നുകൾ ചിലതൊക്കെ അരിത്മി ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൾസ് റേറ്റ് കുറയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും വരാം. അതുപോലെ തന്നെ ചില ഓപ്പറേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും സ്ട്രോക്ക് വരാം. അത് തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് സ്ട്രോക്ക് വരുന്നത് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ തന്നെയാണ്. അതിൽ ബേസിക്കലി നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇടുമല്ലോ, നമ്മൾ ഹാർട്ടിൻ്റെ സ്റ്റെൻറ്റ് ഇട്ട് കഴിയുമ്പം നമ്മൾ ഈ സ്റ്റെൻറ്റിൽ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യത വരും. അപ്പം അത് അവിടെ അടയുകയും ചെയ്യാം. അതുപോലെ തന്നെ അത് അങ്ങനെയാണ് പലപ്പോഴും ഈ സ്റ്റെൻറ്റ് ഇട്ടവർക്ക് വീണ്ടും അറ്റാക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ അങ്ങനെയാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മൾ സ്റ്റെൻറ്റിലൊക്കെ സാധാ വെറുതെ ഉള്ള മെറ്റൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പീസസ് ആണല്ലോ ശരിക്കും സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. അതിട്ട് കഴിയുമ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വരും. അതിനാണ് നമ്മൾ അങ്ങനെയുള്ള സ്ട്രോക്കും റിപ്പീറ്റ് അറ്റാക്കും വരാതിരിക്കാനാണ് രക്തം കട്ടയാകാതിരിക്കാനുള്ള മരുന്നുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒക്കെ ശരിക്കും ചില മരുന്നുകൾ വെച്ച് ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കാനായിട്ട് അവിടെ കോട്ടിങ് ചെയ്ത സ്റ്റെൻറ്റുകളാണ്. പക്ഷെ കോട്ടിങ് സെൻ്റാണെങ്കിലും ഈ ബ്ലഡ് ഇത്ര സ്പീഡിലല്ലേ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും പോകാം. അതുകൊണ്ട് സേഫ്റ്റിക്കാണ് ഈ സ്റ്റെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും 2 തരം മരുന്നെങ്കിലും നമ്മൾ 1 ഇയറിലേക്ക്, അതായത് ആ സ്റ്റെൻറ്റിനെ കവർ ചെയ്യുന്നോടം വരത്തേക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ ബൈപ്പാസും ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനുശേഷമുള്ള സമയത്തും നമുക്ക് സ്ട്രോക്കിനുള്ള സാധ്യത കൂടും. കാരണം ബ്ലഡ് കട്ടയാകാതിരിക്കാൻ അതിനുള്ള മരുന്നുകളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ വേറൊരു മെഷീനിൽ കൂടെയൊക്കെ ആണല്ലോ പമ്പ് ചെയ്ത് ബ്ലഡ്. ഈ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ സമയത്ത് വേറൊരു മെഷീനാണ് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഹാർട്ട് ലങ് മെഷീനിൽ കൂടെയൊക്കെ പോകുമ്പോൾ അതിനകത്തും ഒക്കെ കട്ട വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഇങ്ങനെ മേജർ സർജറീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴും ക്ലോട്ടും സ്ട്രോക്കിനും ഒക്കെ സാധ്യത കൂടുതലായിരിക്കും. പിന്നെ വേറൊരു മെഡിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പേസ് മേക്കർ. നമ്മൾ ഈ ഹാർട്ടിൻ്റെ ബീറ്റ് കുറഞ്ഞു പോയിട്ട് നമ്മൾ ഹാർട്ടിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുമല്ലോ, പേസ് മേക്കർ വയ്ക്കുന്നവർക്ക്.
പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേസ് മേക്കർ എന്നുള്ളത് നമ്മളൊരു 2 or 3 ലീഡ്സ് നമ്മൾ ഇവിടെ ആയിരിക്കും പേസ് മേക്കർ ഒരു പുറമെ വയ്ക്കുന്ന ഒരിതാണ്, പക്ഷെ അതിൽ നിന്നൊരു ലീഡുകൾ നമ്മൾ ഹാർട്ടിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ഇപ്പം പേസ് മേക്കർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് ലോങ് പേസ് മേക്കർ വൺസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഡൊക്കെ ഹാർട്ടിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് പിന്നെ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലൈഫ് ലോങ് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അതെപ്പോഴെങ്കിലും മുടങ്ങി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എത്ര കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ക്ലോട്ടിങ് മെക്കാനിസം ഒക്കെ തെറ്റി ചിലപ്പോൾ കൂടുതൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് പോസിബിലിറ്റി ഒക്കെ വന്നും ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടായി മൈക്രോ ഇൻഫാക്ട്സ് ഒക്കെ ബ്രെയിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേജർ സ്ട്രോക്ക് വരണമെന്നില്ല, മൈനർ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതായത് ഈ സ്റ്റെന്റ് ഇട്ടവർക്കും പേസ് മേക്കർ യൂസ് ചെയ്തവർക്കും ഓപ്പൺ ഹാർട്ട് സർജറിക്കും ഒക്കെ ശേഷം മൈക്രോ ഇൻഫാക്ട്സ് വന്ന് നമ്മുടെ കോഗ്നിറ്റീവ് പവറും മെമ്മറി പവറും ഒക്കെ കുറയാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്ട്രോക്കിൻ്റെ മേജർ കാരണം BP എന്നുണ്ട്. അപ്പോൾ നമുക്കതിന് എങ്ങനെയാണ് ഈ സ്ട്രോക്കൊക്കെ ഒഴിവാക്കാവുന്നതെന്ന് മനസ്സിലാണെങ്കിൽ ബേസിക്കലി ഈ BP കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് സ്ട്രോക്ക് കൺട്രോൾ കുറയ്ക്കാൻ പറ്റുള്ളൂ. BP കൊണ്ടാണല്ലോ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഈ BP കൂടാൻ കാരണം എന്താണെന്നുള്ളത് അറിയണം. ശരിക്കും BP കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെവലിലാണ് BP കൺട്രോൾ ചെയ്യുന്നത്. അതായത് പല ഓർഗനുകൾ നമ്മളുടെ BP കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ന്യൂറോളജിക്കലാണ്, നെർവ് സിസ്റ്റം, ബ്രെയിനും നമ്മുടെ BP കുറയ്ക്കാനും കൂട്ടാനും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറമേ ഉള്ള സെൻസറി പാരറ്റസ് ആണ് നമ്മുടെ സ്കിന്നും, അതായത് നമ്മുടെ ടച്ചും പെയിനും ഒക്കെ അറിയുന്ന പോലെ കാഴ്ചയും ചെവിയൊക്കെ പോലെ ഇൻറ്റേർണൽ സെൻസറി ഡിവൈസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിനാണ് കീമോ റിസപ്റ്റേഴ്സ്, ബാരോ റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറയും. അതെല്ലാം ഈ രക്തക്കുഴലുകളിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ അയോട്ടിക് ആർച്ച്, മെയിൻ രക്തക്കുഴലുകൾ, കെരോട്ടിഡ് സൈനസ്, അതായത് ബ്രെയിനിലേക്ക് പോകുന്ന ഇതിലൊക്കെയാണ് ഈ ബാരോ റിസപ്റ്റേഴ്സും കീമോ റിസപ്റ്റേഴ്സും ഉണ്ട്. കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡിൻ്റെ pH, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ സെൻസ് ചെയ്യുന്നതാണ്. എല്ലാത്തിനും ഇപ്പോൾ നമുക്കറിയാമല്ലോ സെൻസേഴ്സ്, നമ്മൾ ടാപ്പിൻ്റെ കീഴിൽ കൈവയ്ക്കുമ്പം തന്നെ വെള്ളം വരുന്നത് പോലെ ഇത്തരം സെൻസറുകൾ, പല രീതിയിലുള്ള സെൻസറുകൾ നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അതൊക്കെ രക്തക്കുഴലുകളിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ മേജർ രക്തക്കുഴൽ അയോട്ടിക്, നമ്മുടെ മെയിൻ ആർട്ടറിയിൽ, അതുപോലെ ബ്രെയിനിലേക്കുള്ളിടത്തൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കീമോ റിസപ്റ്റർ, ബാരോ റിസപ്റ്റർ എന്നൊക്കെ പറയും. അതിലേക്ക് പ്രത്യേക നെർവ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണോമിക് നെർവ് സിസ്റ്റമാണ് അതിലേക്ക് വരുന്ന. സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് ഇതെല്ലാം ഉണ്ട്. ഈ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഈ കീമോ റിസപ്റ്ററിനും ബാരോ റിസപ്റ്ററിനും മാത്രമല്ല ഹോൾ ബ്ലഡ് വെസൽസിന് ഈ സപ്ലൈ ഉണ്ട്. അപ്പോൾ അതിൽ അവിടുത്തെ മസിലിനെ കൺട്രാക്ട് ചെയ്യുക, ചുരുക്കുക. നമ്മുടെ ഈ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണൽ സിസ്റ്റം പോലെയാണ്. ഓൾമോസ്റ്റ് 60,000 മൈൽസ് ആണ് എൻ്റെ ലെങ്ത്, സ്മോളും വലുതും ഒക്കെ ആയിട്ട്. അതിന് തന്നെ ചുരുങ്ങാനും വികസിക്കാനും, നമുക്ക് റോഡാണെങ്കിൽ നമ്മുടെ റോഡുകളൊക്കെ വീതിയുള്ള റോഡുണ്ട്, വീതി കുറഞ്ഞ റോഡുണ്ടെന്ന് പറഞ്ഞ പോലെ ഇതും വലിയ രക്തക്കുഴലുകളും എല്ലാം ടണൽ സിസ്റ്റമാണ്. അതിന് തന്നെ വികസിക്കാനും ചുരുങ്ങാനും പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബോഡിയുടെ ആവശ്യം അനുസരിച്ച് ചുരുങ്ങാനും വികസിക്കാനും പറ്റും. അപ്പം ഇതിന് ഈ എല്ലാ രക്തക്കുഴലും, ഹാർട്ടിലേക്കുണ്ട് നെർവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, നെർവ് സപ്ലൈ ഉണ്ട്, അതുപോലെ എല്ലാ രക്തക്കുഴലുകളിലേക്കും നെർവിൻ്റെ സപ്ലൈ വരുന്നുണ്ട്. ഇതുകൂടാതെ പിന്നെ ഹോർമോണലാണ്. നെർവസ് സിസ്റ്റം വഴി BP കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഹോർമോൺസ് വഴി ചെയ്യുന്നുണ്ട്. അതിലാണ് നമ്മളുടെ എഡ്രിനൽ ഗ്ലാൻഡ്, നമ്മളെപ്പോഴും പറയില്ല, നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരുമ്പം എഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ ഉണ്ടാക്കും. അതുപോലെ അഡ്രിനാലിൻ മാത്രമല്ല അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്, അതുപോലെ മിനറലോകോർട്ടിക്കോയിഡ്, അവരാണ് നമ്മളുടെ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം പുറത്ത് കളയണം, കൂടുതൽ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പിനെ പുറത്ത് കളയണം. ഇതും BPയും എല്ലാം ആയിട്ടും കൂടെ കണക്റ്റഡ്. അതുകൊണ്ടാണല്ലോ നമ്മൾ BP ഉള്ളൊരു ഉപ്പ് കഴിക്കരുതെന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ കിഡ്നി എന്നൊരു റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് ലിവറിൽ നിന്നുള്ള ഇതെല്ലാം ഇൻട്രാക്ട് ചെയ്താൽ കിഡ്നി, ലിവർ, ലങ്സ്, രക്തക്കുഴലുകൾ ഇതെല്ലാം കൂടെ ഇൻട്രാക്ട് ചെയ്ത് ഈവൻ ഹാർട്ടിൽ നിന്ന് ഹോർമോൺസ് വരുന്നുണ്ട്. ANP എന്ന് പറഞ്ഞ ഏട്രിയൽ ന്യൂറോട്രിക് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്. അതുപോലെ ഈ രക്തക്കുഴലുകൾക്കുള്ളിലെ ലൈനിങ് ഉണ്ട്,
അപ്പം അതിന് ഡാമേജ് വരുമ്പോൾ ഈ രക്തക്കുഴലുകൾക്കുള്ളിലെ ലൈനിങ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ഒരു ശരിക്കും പറഞ്ഞൊരു ഒരു ഗ്യാസാണത്. അതിന് നമ്മൾ ഡയലറ്റ് ഓഫ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് രക്തക്കുഴലുകളുടെ ലൈനിങ്ങിന് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെക്കാനിസത്തിലും തെറ്റുകൾ വരാം. അപ്പം അതുപോലെ അവർ വേറെ ഉണ്ടാക്കുന്നതാണ് എൻഡോത്തെലിൻ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് നൈട്രിക് ഓക്സൈഡ് മാത്രമല്ല വേറെ കുറച്ച് ഹോർമോൺസ് പോലെയുള്ള കെമിക്കലുകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡയലേറ്റ് ചെയ്യാനും കൺസ്ട്രക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ആക്ഷൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഈ രക്തക്കുഴലുകളിൽ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞ് കഴിയുമ്പോൾ ഈ മെക്കാനിസംസിനും എല്ലാം തെറ്റുകൾ വരികയാണ് ചെയ്യുന്നത്. പിന്നെ രക്തക്കുഴലുകൾ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നോവിനും രക്തം വേണം, ഹോർമോൺ ഗ്ലാൻസിന് അഡ്രിനൽ ഗ്ലാൻഡിനും കിഡ്നിക്കും ലിവറിനും ഒക്കെ ബ്ലഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ ഡാമേജ് വരുമ്പോൾ നമുക്ക് ബ്രെയിനിലെ മാത്രമല്ല വരുന്നത്, എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് സ്ട്രോക്ക് വരാം, അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാം, അതുപോലെ അവർക്ക് കിഡ്നി ഡാമേജ് വരാം, അതുപോലെ അവരുടെ വിഷൻ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി വരാം, നെഫ്രോപ്പതി വരാം, ഈവൻ പെരിഫറൽ വാസ്കുലോപ്പതി വരാം, കാലിൽ അൾസേഴ്സ് വരാം. അങ്ങനെ ഒരസുഖമുള്ള ഒരാൾക്ക്, അതായത് പ്രത്യേകിച്ച് രക്തക്കുഴലിനെ സംബന്ധിച്ചുള്ള അസുഖങ്ങളുള്ള ആൾക്ക് രക്തക്കുഴൽ എല്ലാ ഭാഗത്തേക്കും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തിനും രോഗം വരാവുന്നതാണ്. അപ്പം നമ്മൾ പല അവയവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ നെർവ്സിൻ്റെയും ബ്ലഡ് വെസൽ കിഡ്നി ലിവറൊക്കെയാണ് അന്ന് ആദ്യം നോക്കിയത്. ഇനി സെല്ലുലാർ ലെവലിൽ എങ്ങനെയാണ് ഈ നമ്മളുടെ ഈ പ്രഷറിൻ്റെയും അതുപോലെ ബ്രെയിൻ ഫങ്ഷനും വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സെല്ലുലാർ ലെവലിൽ ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് എല്ലാം മെസ്സേജസ് പോലെയാണല്ലോ വരുന്നത്. അതൊക്കെ ഇലക്ട്രിക്കലാണ്. നെർവ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഉപയോഗിക്കുന്നത് ശരിക്കും സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറഞ്ഞു നമ്മളുടെ എല്ലാ സെല്ലിൻ്റെയും ശരിക്കും ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നത് ഈ സോഡിയം പൊട്ടാസ്യം പമ്പാണ്. നെർവ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിനിൽ നിന്നുള്ള ഇത് നമ്മുടെ കയ്യിലേക്ക് വരണം, അതൊക്കെ വിതിൻ സെക്കൻഡ്സ് എന്നല്ല മില്ലി സെക്കൻഡ്സ് പോലും മുമ്പ് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവാതെ തന്നെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അതായത് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ബൈകാർബണേറ്റ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനം സോഡിയം പൊട്ടാസ്യമാണ് വരുന്നത്. അതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു മെക്കാനിസം വരുന്നത് മഗ്നീഷ്യം കാൽസ്യമാണ്. മഗ്നീഷ്യം കാൽസ്യം നെർവ്സിനേക്കാളും കൂടുതൽ മസിലിൻ്റെ ആക്ടിവിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ അത് നെർവ്സിനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ എപ്പിലെപ്സി ഒക്കെ പോലെ വന്നോ അല്ലെങ്കിൽ കൺവൾഷൻസ് ഒക്കെ പോലെ വന്നോ നമ്മൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പം നമ്മൾ നെർവ്സിനെ ആണെങ്കിലും ഒന്ന് ക്വയറ്റ് ആക്കാനായിട്ട് കൊടുക്കുന്ന മഗ്നീഷ്യം സൾഫേറ്റ് പോലെയുള്ള ഇഞ്ചെക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഫൈനൽ വേറൊന്നും മറ്റുള്ള മരുന്നുകളൊന്നും ഏക്കാതെ വന്നു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് പോലെയുള്ള ഇഞ്ചെക്ഷൻ കൊടുത്താണ് നമ്മൾ ബ്രെയിനിനെ ഒന്ന് ഒന്നും റെസ്റ്റ് എടുപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ വേറൊരു സെല്ലുലാർ ലെവലിൽ നടക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ omega-3 ഉം 6 നമ്മൾ കൊഴുപ്പാണ്. നമ്മളുടെ ഫുഡിൽ പറയുമല്ലോ omega-3 കൂടുതൽ വേണമെന്നൊക്കെ പറയല്ലേ. അപ്പം നമ്മളുടെ ഓരോ സെല്ലിൻ്റെയും ലൈനിങ് ഉണ്ടാക്കിയേക്കുന്ന ഫാറ്റ് വെച്ചാണ്. അപ്പം ഈ ഫാറ്റിൽ omega-3 ഉം 6 ഉം ഫാറ്റാണ് നമ്മളുടെ ഓരോ സെല്ലിൻ്റെയും ബ്രെയിനുമായിട്ട്. സെല്ലിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ന്യൂക്ലിയസ്. അവിടെയാണ് ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. ആ ജെനറ്റിക് മെറ്റീരിയലുമായിട്ട് അതായത് നമ്മളുടെ ബോഡി എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എല്ലാം ഫൈനലി ഒരു സെല്ലുലാർ ലെവലിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ജെനറ്റിക്സ്, നമ്മുടെ DNA ലെവലിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതാണ് നമ്മളുടെ ഓപ്പറേഷൻ മാനുവൽ എന്ന് പറയാം. അപ്പം അതും നമ്മുടെ സെല്ലിൻ്റെ എക്സ്റ്റീരിയർ പുറം ലോകവും ഇതും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താ? ഈ മെംബ്രെയിനാണ്, സെൽ വോളാണ്. അത് തമ്മിലുള്ള അതുണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് വെച്ചാണ്. അത് എംബഡ് ചെയ്തിരിക്കുന്ന omega-3, 6 ഫാറ്റാണ് ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഫുഡിൽ omega-3യുടെയും omega-6ൻ്റെയും വേറെ ഫാറ്റുണ്ട്, omega-9ഉം സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു സ്ട്രക്ചറൽ റോള്
അത് ഉണ്ടാക്കാനായിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ ഫങ്ഷണൽ റോള്, അതായത് കൺട്രോൾ റോളൊക്കെ വരുന്ന omega-3ക്കും 6ഉം ഫാറ്റാണ്. അതിൽ വരുന്ന വേരിയേഷൻസും നമ്മുടെ പ്രഷർ കൂട്ടും. omega-6 കൂടുതലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മളുടെ ബോഡിയിൽ omega-6 കൂടുതലായ പ്രഷർ കൂടാം. omega-3 കൂടുതൽ ആവശ്യത്തിന്, ശരിക്കും നമ്മുടെ നാച്ചുറൽ ഫുഡിൽ omega-6 ഒത്തിരി കൂടുതലും omega-3 തീരെ കുറവുമാണ്. അപ്പോൾ omega-3 കുറഞ്ഞു പോകുമ്പം പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, omega-6 കൂടുമ്പോഴും പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? omega-3യും 6ഉം ബാലൻസ് ചെയ്യണം. അതുപോലെ സോഡിയം കൂടുമ്പോൾ പ്രഷർ കൂടാം, സോഡിയം കുറഞ്ഞാലും പ്രഷർ കൂടാം. പൊട്ടാസ്യം സോഡിയം ഒരു പ്രത്യേക ബാലൻസിൽ വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് നെർവസ് സിസ്റ്റവും സെല്ലുലർ ലെവലിൽ അത് കറക്റ്റ് ആകുമ്പോഴാണ് സെൽസ് തന്നെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ സോഡിയം പൊട്ടാസ്യം പമ്പ്, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലെവല് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആവണം. അപ്പം അതാണ് ഈ ഏത് സിസ്റ്റത്തിലാണെങ്കിലും വേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ ഒരു സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു റിക്കവറി. ഇപ്പം നമുക്കറിയാം സ്ട്രോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പലരും റിക്കവർ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെല്ലുകൾ നമ്മളുടെ ഈ നെർവ് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഗ്ലയൽ സെല്ലെന്നും പറഞ്ഞ് കുറേ അധികം സെല്ലുകളുണ്ട്. അവർ ആ ഇമ്പാക്റ്റൊക്കെ എടുത്ത് എങ്ങനെയും ഈ നെർവ് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം ആദ്യം ഒന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് റിക്കവർ ചെയ്യാൻ, ഈ നെർവ് സെല്ലിന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് ഈ ഗ്ലയൽ സെൽസ്. ഗ്ലയൽ സെൽ എന്ന് പറഞ്ഞാൽ ശരിക്കും സെൻട്രൽ നെർവസ്, നമ്മുടെ ബ്രെയിനകത്തെ ഒരു ഇമ്മ്യൂൺ സെൽസ് എന്ന് പറയും. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആണല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പ്രതിരോധ സെല്ലുകളാണെന്ന് പറയാം. അവരെങ്ങനെയും ഈ നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം മൈനർ ഇതൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിക്കവറി പോസിബിൾ ആവും. അപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. പ്രഷർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രഷർ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. പക്ഷെ ഈക്വലി നമ്മുടെ ഹീലിംഗ്, അതായത് ആ വന്നിരിക്കുന്ന ആ രക്തക്കൊഴലുകൾ ഒന്നുകിൽ ക്ലോട്ട് വന്നിട്ടുണ്ട്, ആ ക്ലോട്ടിനെ മാറ്റണം. അതുപോലെ ഈ ഗ്ലയൽ സെൽസ് അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അവരെയും മാറ്റേണ്ടി വരും. അപ്പോൾ പുതിയ സെല്ല് അവിടെ ഉണ്ടായി പഴയതെല്ലാം മാറി അവിടെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ട് റിപ്പയർ ചെയ്യണം. അതിന് നമ്മൾ ന്യൂട്രിഷൻ വേണം. പിന്നെ ഇപ്പം നമ്മൾ പ്രഷറും സ്ട്രോക്കും ആണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ എന്താ വേണ്ടത്? അതിനാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ കൺട്രോളിന് ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത്. ഹൈപ്പർ ടെൻഷൻ മാനേജ്മെൻറ്റിൽ ഉള്ള ഡയറ്റാണ്. ശരിക്കും അതിൽ ഡയറ്ററി റിവേഴ്സോ അല്ലെങ്കിൽ കൺട്രോൾ ഹൈപ്പർ ടെൻഷൻ അല്ല, സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. അത് പ്രോപ്പർലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ അത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രഷർ കുറഞ്ഞു വരും. അപ്പം അങ്ങനെയുള്ള ഒരു ഡയറ്ററി അപ്രോച്ച് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷനിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഡിയത്തിൻ്റെ അളവ് ഒരു അറൗണ്ട് 1000 to 1500 ആയിട്ട് നമ്മുടെ ഡെയിലി ഇൻടേക്ക് കുറയ്ക്കുക. അതേസമയത്ത് പൊട്ടാസ്യത്തിൻ്റെ ഇൻടേക്ക് കൂട്ടുക, 4500 ആയിട്ട് കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ omega-3യും 6ഉം 1:1 റേഷ്യോയിൽ എത്തിക്കുക എന്നുള്ളത്. അതായത് omega-6 നമ്മുടെ ഫുഡിൽ നമ്മൾ കഴിക്കുന്ന നട്ട്സ്, കുക്കിംഗ് ഓയിൽ, ഇതിലെല്ലാം omega-6 ഒത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. omega-3 കൂട്ടുക. സാധാരണ ഫുഡിൽ നമുക്ക് omega-3 കിട്ടുന്നത് നമ്മുടെ ചാള, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് സാൽമൺ, ഒരു ഫിഷ് ആണ്. അത് ചാള പോലെ വേറൊരു ഫിഷാണ് സാൽമൺ. ഇതിലൊക്കെയാണ് omega-3യും 6ഉം കൂടുതലുള്ളത്. പിന്നെ നമ്മൾ ലീഫി വെജിറ്റബിൾസ്, നമ്മൾ കഴിക്കുന്ന ഉഴുന്ന്, ഉലുവ, ഈ കടല, ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ, നിലക്കടലയല്ല മറ്റേ കറിക്കടല, ഇതിലൊക്കെ കമ്പാരിറ്റീവ്ലി omega-3 കൂടുതലുണ്ട്. അപ്പം ഈ നിലക്കടല, ബദാം, പിസ്റ്റ, ഇതിലെല്ലാം വെരി ഹൈ ക്വാണ്ടിറ്റി omega-6 ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ എന്തോരം നമ്മൾ ഫിഷ് കഴിച്ചാലും എത്ര ചാള കഴിച്ചാലും അത് ആ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റിനേക്കാളും നല്ലത് വേറൊരു ടൈപ്പ് ഓഫ് നമ്മളുടെ ഒരു ബോഡി ബിൽഡിംഗ് ഫാറ്റാണ് omega-9. അതാണ് ഈ മെഡിറ്ററേനിയൻ ഫാറ്റിൽ, ഈ ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യുമല്ലോ. ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഇപ്പോൾ എല്ലാവരും മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണ്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നല്ലതാണെന്ന് പറയാൻ കാരണം അതാണ്. അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന് അല്ല അതിനകത്ത് കൂടുതലുള്ളത്. അതുപോലെ omega-3യും 6ഉം ആണെങ്കിലും, 3 കാര്യമായിട്ടില്ല, 6 ആണെങ്കിലും കുറവാണ്. അതിനകത്ത് മെയിൻലി ഉള്ളത് omega-9 ആണ്.
അപ്പോൾ omega-9 ഫാറ്റായിട്ട് വരുന്നത് കഴിയുന്നതും omega-3യും 9നും 6ൻ്റെ അളവ് കൂടാതെ നോക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റും കൂടാതെ നോക്കുക. അതാണ് ഒരു ഡയറ്റിൽ വരുന്നത്. നെക്സ്റ്റ് കൂട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടണം, അതുപോലെ ഡയറ്ററി ഫൈബർ കൂടണം. ഡയറ്ററി ഫൈബറും മാഗ്നീഷ്യവും കൂട്ടണം. ഡയറ്ററി ഫൈബറും മാഗ്നീഷ്യവും കൂടണമെങ്കിൽ നമ്മൾ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം. മാഗ്നീഷ്യം ഉള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉണ്ടല്ലോ, അതിനകത്ത് മാഗ്നീഷ്യം കൂടുതലുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആവും. പിന്നെ ഉള്ളത് നമുക്കറിയാം മെഡിക്കേഷൻസ് ആണ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹോർമോണൽ ലെവലിലും നെർവസ് ലെവലിലും എല്ലാം ഓരോ നമ്മൾ പല മെക്കാനിസം പറഞ്ഞല്ലോ, കിഡ്നി, ലിവർ, ലങ്സ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഇതെല്ലാം ഇൻവോൾവ് ആണ്. ഈവൻ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഉണ്ട്. ഇവരെ എല്ലാം ഓരോ ലെവലിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ മെഡിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പ്രഷർ കൺട്രോൾ ആയിരിക്കുകയില്ല. ഇത് ഈ മരുന്നുകളെല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിക്കുമ്പം കുറയും, കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെയും കൂടുതലായിരിക്കും. പലപ്പോഴും ഈ മരുന്നുകളുടെ ഇൻട്രാക്ഷനും പിന്നെ നമ്മുടെ ബോഡി എപ്പോഴും അത് കൂട്ടാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും വയ്ക്കും. അതാണ് പലപ്പോഴും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയും വരും. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും മരുന്ന് മുടങ്ങുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷണലി ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രഷർ കൂടുകയും ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ സ്ട്രോക്കിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രഷറും സ്ട്രോക്കും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കി നമ്മളതിനെക്കുറിച്ചൊന്ന് സമ്മറൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രോക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പ്രഷർ കൺട്രോളായിരിക്കണം. അത് മരുന്നില്ലാതെ പ്രഷർ കൺട്രോളായിരിക്കണം. മരുന്ന് വെച്ച് പ്രാക്ടിക്കലി നമുക്ക് എപ്പോഴും ഒരുപോലെ പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാതെ വരും. അപ്പോൾ അതിൽ ചിലപ്പോൾ താന്നും വരും, ചിലപ്പോൾ കൂടിയും വരും. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ആ ബ്ലഡ് വെസലിൻ്റെ ഇൻറ്റഗ്രിറ്റി തന്നെ വ്യത്യാസം വരും. അപ്പം നമുക്ക് അപ്പം മരുന്നില്ലാതെ ഒന്ന് പ്രഷർ കൺട്രോൾ ചെയ്യണം. പിന്നെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൺട്രോൾ ചെയ്യണം. പിന്നെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിന്നെ ഒബേസിറ്റി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ് കിടക്കുന്നത് ഒബേസിറ്റി, അമിതവണ്ണമാണ്. അതും കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. അതായത് ബേസിക്കലി ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ അസോസിയേറ്റഡാണ്. ഈ സ്ട്രോക്കാണേലും പ്രഷറാണേലും ഡയബറ്റീസ് ആണേലും കൊളസ്ട്രോൾ ആണേലും ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ ഇതിലാണ് വരുന്നത്. അപ്പം ജീവിതശൈലി കൺട്രോൾ ചെയ്താൽ നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ജീവിതശൈലി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ആക്ടിവിറ്റീസുമാണ് ജീവിതശൈലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഭക്ഷണത്തിൽ ഈ പറയുന്ന ഒരു ഡയറ്റിൽ, ഈ ഡാഷ് ഡയറ്റിന് പറയുന്നത് പോലെ omega-3, 6 1:1 റേഷ്യോ വരണം. സോഡിയം പൊട്ടാസ്യം 1:4 റേഷ്യോ വരണം. പിന്നെ നമ്മളുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ കമ്പോസിഷൻ ആണെങ്കിൽ ഏകദേശം ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ 5:1 വരണം. മാഗ്നീഷ്യം ഫൈബറും വരണം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പം പ്രാക്ടിക്കലി നമുക്കിതെങ്ങനെ, ഇതൊക്കെ പറയാൻ നമുക്ക് സാധാരണ ഒരാളോട് ഇതൊക്കെ ഈ റേഷ്യോ എങ്ങനെ ആക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലി അതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബേസിക്കലി ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണ് അവർ കാലറിയാണ് കുറയ്ക്കേണ്ടത്. അത് കാർബോഹൈഡ്രേറ്റും ഫാറ്റിൻ്റെയും അളവ് കുറയ്ക്കുക. അപ്പം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം കട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഫാറ്റ് കൂടുതലുള്ള ഫുഡ് ഏതാ, കുക്കിംഗ് ഓയിലും അതുപോലെ നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, അതിലൊക്കെ ഓയിൽ കൂടുതലുണ്ടെന്ന് മാത്രമല്ല അതിനകത്തെല്ലാം omega-6 കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓയിലിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ. പിന്നെ പിന്നെ എന്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കഴിക്കേണ്ടത് ലീഫി വെജിറ്റബിൾസും, ഗ്രീൻ ലീഫി വെജിറ്റബിൾ. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കുകയാണെങ്കിൽ വാട്ടറി ഫ്രൂട്ട്സേ കഴിക്കാൻ പാടുള്ളൂ. സോളിഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയും സോളിഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ വരികയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കായ അല്ലെങ്കിൽ പപ്പായ അങ്ങനത്തെയൊക്കെ കുറച്ചുകൂടി സോളിഡ് ഇതാണെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് പറ്റില്ല. വെയിറ്റ് നോർമൽ ഉള്ളവർക്കാണെങ്കിൽ ഫ്രൂട്ട്സും, അതായത് ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതായത് ജെൻസിനാണെങ്കിൽ ഒരു 15%, 10-നും 15%-നും ഫാറ്റ്, ലേഡീസിനാണെങ്കിൽ ഒരു 15-20% ഫാറ്റും ആണെങ്കിൽ നമുക്ക് എന്ത് വേണേലും കഴിക്കാം. വെയിറ്റ് എന്ത് വേണേലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ 6 കൂടി പോകരുത്, ഓവർ ഇതായിട്ടുള്ള, പിന്നെ സോഡിയം ഓവർ ആവരുത്, പിന്നെ പൊട്ടാസ്യം കൂടണം. പൊട്ടാസ്യം കൂടുതലുള്ളത് എന്തിനാ? ഈ ലീഫി വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും പൾസസ്, പയറുവർഗ്ഗങ്ങളിലും കൂടുതലുണ്ട്. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഓവർ വെയിറ്റ് ആണെങ്കിൽ അവർ ലീൻ മീറ്റ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്, ഒത്തിരി ഫാറ്റ് ഉള്ളത് ഉപയോഗിക്കരുതെന്ന് മാത്രം. മോഡറേറ്റ് ആയിട്ട് നോൺ വെജ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. അപ്പം വെയിറ്റ് കൺട്രോൾ ആവുന്നോടും വരെ ബാക്കിയുള്ള കഴിയുന്നതും ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, മോഡറേറ്റ് ആണ് നോൺ വെജ് ഐറ്റംസ്. ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വാട്ടറി ആയിട്ടുള്ള ഓറഞ്ച് അതുപോലത്തെ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാവുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹോർമോൺ നിലയിലെല്ലാം വളരെ വ്യത്യാസങ്ങൾ വരും. ജസ്റ്റ് കാലറി ബേണിംഗ് മാത്രമല്ല വരുന്നത്, നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ കൂടും. അതുപോലെ തന്നെ നമ്മളുടെ ഹോർമോൺ കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരും. അതുകൊണ്ട് അതും നമ്മളുടെ BP കുറയ്ക്കാനായിട്ട് യൂസ്ഫുൾ ആവുന്നുള്ളതാണ്. BP കുറയുക മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് ഈ ഡയറ്റ് ഹൈ പ്രഷർ കുറയ്ക്കാൻ മാത്രമല്ല, ഡയബറ്റീസ് കുറയ്ക്കാനും, കൊളസ്ട്രോൾ കുറയ്ക്കാനും, ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും, യൂറിക് ആസിഡ് കുറയ്ക്കാനും എല്ലാം ഈ രീതിയിൽ തന്നെ ഡയറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഒരു കാര്യത്തിലല്ല ബെനിഫിറ്റ് കിട്ടുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും പലർക്കും പലതരം മരുന്ന്, ഡയബറ്റീസിന് ഇൻസുലിനും പ്രഷറിന് 3-4 മരുന്നും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഈ ഡയറ്റ് നോക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രാക്ടിക്കൽ ആവില്ല. കാരണം കാലറി കുറച്ച് കഴിയുമ്പോഴേക്കും ഡയബറ്റീസിന് മരുന്നെടുക്കുന്ന ആൾക്ക് തലകറക്കം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരുന്ന, അപ്പം കൂടുതൽ മരുന്നുകളൊക്കെ എടുക്കുന്നവർക്ക് ക്ലിനിക്കലി സപ്പോർട്ട്, അതായത് ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഈ കാര്യങ്ങളൊന്നും ഡയറ്റൊന്നും നോക്കാൻ പറ്റില്ല. അല്ലാതെ വേറെ മരുന്നുകളില്ലാത്തവർക്കാണെങ്കിൽ സെൽഫായിട്ട് ഒരു പരിധി വരെ നോക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് തുടക്കമൊക്കെ ആണെങ്കിൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഏർലി ഡയഗ്നോസിസ്, പ്രഷർ നമ്മൾ വീട്ടിൽ നോക്കാൻ എല്ലാവർക്കും നോക്കാം. ഒരു BP ഹെപ്പാറ്റൈറ്റിസ് വീട്ടിലുണ്ടാകണം, പ്രഷർ നോക്കാനുള്ള സാധനം വീട്ടിലുണ്ടാകണം. പിന്നെ ബേസിക് ആയിട്ടുള്ള കൊളസ്ട്രോൾ അതുപോലത്തെ ടെസ്റ്റുകൾ നോക്കുക. പിന്നെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ CIMT പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് എന്തെങ്കിലും രക്തക്കൊഴൽ ഓൾറെഡി ആത്രോസ്ക്ലെറോസിസിൻ്റെ ലെവൽ അറിയാം, ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് അറിയാം, രക്തക്കൊഴലുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടോയെന്നറിയാനാണ് CRP അതുപോലത്തെ ടെസ്റ്റുകൾ നോക്കുക. അങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും, നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക, ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യുക ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്ട്രോക്കിലേക്ക് പോകാതെ നോക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അമിത രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഷുഗറും പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും മാറ്റാനായാൽ അതുമൂലം ഉണ്ടാകുന്ന സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാവില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസൻ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു.
അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിന്റെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രഷർ പോലെയുള്ള രോഗങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രോക്ക് ഒരു അക്യൂട്ട് സ്റ്റേജിലിരിക്കുമ്പോൾ, അതായത് ഒരാൾക്ക് വീക്ക്നെസ് ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അതൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് മാത്രമേ ജീവിതശൈലി ക്രമീകരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഒരാൾ വീക്ക്നെസ് വന്നു, അപ്പം നമ്മൾ പെട്ടെന്ന് നന്നായി ഇപ്പോൾ നിങ്ങൾ ജീവിതശൈലി കണക്കാക്കിയേക്കാന്ന് പറഞ്ഞാൽ കാര്യം ആകുന്നില്ല. ആദ്യം അങ്ങനെ വരുമ്പോൾ നമ്മളത് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു? ഹൈപ്പർ ടെൻഷൻ ആണോ കാരണം? ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ? അതുപോലെ കൊളസ്ട്രോളിൻ്റെ സ്റ്റാറ്റസ് എന്താ? പ്രഷർ, ഷുഗറുണ്ടോ? ഇതിനെല്ലാം ബേസ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പം ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അത് സ്റ്റേബിൾ ആവുന്നതോടും വരെ നമ്മളൊരു ICU പോലെയുള്ള ഇതിലോ വട്ടവർ സിറ്റുവേഷൻ നമ്മൾ എമർജൻസി മെഡിസിനിൽ തന്നെ കാണിക്കുക എന്നുള്ളതാണ്. വൺസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ വേണ്ടത്? നെക്സ്റ്റ് നമ്മൾ അവിടെ ഡാമേജ് വന്നിരിക്കുന്ന പാർട്ടിന് കറക്റ്റ് ചെയ്യാൻ വേണ്ട ന്യൂട്രീഷനും ഫിസിയോതെറാപ്പി, അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിനാണല്ലോ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അവിടത്തിന് വേണ്ട സ്റ്റിമുലേഷൻ കൊടുത്ത് അവിടത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കാം. ഈ ഫിസിയോതെറാപ്പി ഡാമേജ് വന്നിരിക്കുന്ന ആ ഭാഗത്തെ വീണ്ടും നമ്മൾ അനങ്ങാതെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒക്കെ വേസ്റ്റ് ഔട്ടായി പോകും. അപ്പം അതുകൊണ്ട് അവിടത്തെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് അതിനെ പ്രേരിപ്പിക്കുകയാണ്. എനിക്ക് ഈ ശരീരഭാഗം എനിക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് അതിനോട് വളരാൻ പറഞ്ഞ് നമ്മുടെ ബോഡി നമ്മൾ പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയുടെ ആ പാർട്ടിലോട് പറഞ്ഞ് അവിടെ വേണ്ട ന്യൂട്രീഷൻ കൊടുത്ത് അതിനെ റിപ്പയർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് പിന്നെ വേണ്ടത്. പിന്നെ അതുപോലെ റൂട്ട് കോസ് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പം ഇമ്മീഡിയറ്റ്ലി പ്രഷർ കൂടി നിൽക്കുന്നയാൾക്ക് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ഒന്നും ചെയ്ത് അത് പ്രാക്ടിക്കൽ ആവില്ല. അപ്പം മരുന്ന് വെച്ചിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് പേഷ്യൻ്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരാം. അപ്പം കൂടുതൽ ഡാമേജ് വന്നിപ്പോൾ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്, അതാണ് മിക്കവാറും എല്ലാവർക്കും തന്നെ മേജർ അറ്റാക്കിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ട്രാൻസിയന്റ് ഇസ്കീമിക്, ചെറിയ വീക്ക്നെസ്സുകളും ചെറിയ തരിപ്പുകളും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കറിയാമല്ലോ, ഈ ഓൾറെഡി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ്, ഒബേസിറ്റി ഉണ്ടെങ്കിലോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിലോ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിലോ ഡയബറ്റിക് ആണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർക്ക് നമുക്ക് പ്രത്യേകിച്ച് അതിന് വേറൊരു ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സ്ട്രോക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ജീവിതശൈലിയുടെ ടൈപ്പ് 1 ഡയബറ്റിസ് നമ്മുടെ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ പോയി ഈ അത്തരം രോഗങ്ങളൊക്കെ, അതായത് ഈവൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നോക്കിയാൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം. ഒരു വിതിൻ്റെ മന്ത് 3-4 മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും
കൺട്രോൾ ആകാത്ത ഹൈപ്പർ ടെൻഷൻ പോലും നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും. അതിൽ തന്നെ ആകെ കുറച്ചൊരു റെസിസ്റ്റൻസ് കാണിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട് വരാറുള്ളത് ഈ റീനൽ ഫെയിലിയറിലുള്ളതാണ്. റീനൽ ഫെയിലിയർ 4 or 5 സ്റ്റേജിലേക്ക് എത്തിയവർക്ക് നമുക്ക് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കറക്റ്റായിട്ട് നോക്കുന്നത് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യാനാണ്. അപ്പം കിഡ്നി ഫെയിലിയറിലുള്ള ഒരാൾക്ക് നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കൊടുക്കാനോ ആവശ്യത്തിന് സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യാനോ പൊട്ടാസ്യം കഴിക്കാൻ തന്നെ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള, അതായത് നമ്മുടെ റീനൽ ഫെയിലിയറിലുള്ള ആൾക്ക് പൊട്ടാസ്യം മാനേജ് ചെയ്യാൻ കിഡ്നിക്ക് പറ്റാതെ വരും. അതുകൊണ്ട് അതായത് നമുക്കൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമാണ്, എന്നാൽ പോലും ഞാൻ കാണുന്ന ഈവൻ ഡയാലിസിസിലുള്ള പേഷ്യൻസ് പോലും ഫയൽ നിൽക്കുന്നവർക്ക് പോലും ആ ഒരു റീസണബിൾ റീനൽ ഫങ്ഷൻ കുറച്ചെങ്കിലും നിൽക്കുന്ന പേഷ്യൻ്റാണ്. അതായത് യൂറിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോയി ഒട്ടും ഇല്ലാതെ നീർക്കെട്ടും വന്ന് നിൽക്കുന്ന അത്രയും നിലയിലേക്ക് പോയിട്ടില്ലെങ്കിൽ മിക്കവാറും പേരുടെയും പ്രഷറിൻ്റെയൊക്കെ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. അപ്പം തന്നെ ഭയങ്കര ആശ്വാസമാണ് പേഷ്യൻസിന് കാണുന്നത്. അതുപോലെ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് 100% റിവേഴ്സ് മരുന്നില്ലാതെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രഷറിനെ നോക്കിക്കൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നോക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ ആ എന്താ വരുന്നതനുസരിച്ച് ഏത് മരുന്നാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റും ഓരോരുത്തരുടെ സിറ്റുവേഷനും അനുസരിച്ച് ഓരോന്നായിട്ട് കുറച്ചുകൊണ്ടുവന്ന് നിർത്തുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന്, കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലും ഡയറ്റ് കൺട്രോളിലും എക്സസൈസും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വിതിൻ 1 month തന്നെ കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ എ മന്ത് ഏത് ആൾക്കാണെങ്കിലും പ്രഷറിൻ്റെ, കൊളസ്ട്രോളിൻ്റെയും BP-യുടെയും ഒക്കെ മരുന്നുകൾ, BP-യുടെയും ഡയബറ്റീസിൻ്റെയും മരുന്നുകൾ നമുക്ക് നിർത്തിക്കൊണ്ട് ഇതെല്ലാം പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ബ്ലഡിലെ പാരാമീറ്റേഴ്സ് നമ്മൾ മറ്റുള്ളത് നോക്കൂല. ഇപ്പോൾ വാസ്കുലർ ഹെൽത്ത് നോക്കുന്ന HSCRP എന്നുള്ളൊരിതാണ്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിനും എല്ലാം പോസിബിലിറ്റി ഉണ്ടോയെന്നൊക്കെ അറിയുന്ന ട്രോപ്പോണിൻ ലെവലാണ് നോക്കുന്നത്. അങ്ങനത്തെ പാരാമീറ്റേഴ്സ് എല്ലാം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കാറുള്ളത് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ളവരുടെ CIMT ആണ്. അതായത് രക്തക്കൊഴലുകളിൽ എന്തോരു അടവുണ്ടെന്നുള്ളത്. അത് യൂഷ്വലി ഒരു 3 മാസം കൂടുമ്പോഴാണ് നോക്കുന്നത്. അതും കുറഞ്ഞു, അതായത് ഈ നമ്മളെ പ്ലാക്സ്, അതായത് ഈ രക്തക്കൊഴലിൽ അടഞ്ഞിരിക്കാനുള്ള ഈ ഫാറ്റ് എന്തോരം ഉണ്ടെന്ന് അതും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ബേസിക്കലി നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരി പല സ്റ്റഡീസും നടന്നിട്ടുണ്ട്. സെയിം തിങ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ഏജിങ് തന്നെ നമുക്ക് കറക്റ്റ്, ജീവിതശൈലി തെറ്റിയ നമ്മളുടെ ആക്സിലറേറ്റഡ് ഏജിങ് ആണ് വരുന്നത്. ശരിക്കും ഈ CIMT എന്ന് പറയുന്നത് നമ്മുടെ വാസ്കുലർ ഏജാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് 40 വയസ്സേ ഉള്ളതിലും അവരുടെ ഈ രക്തക്കൊഴലിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അവരുടെ വാസ്കുലർ ഏജ് 60 70 ആവാം. അതുപോലെ ബോഡി ഏജും അങ്ങനെ തന്നെയാണ്. മസിൽ കുറയുകയും ഫാറ്റ് കൂടുകയും ചെയ്യുന്നതനുസരിച്ച് ബോഡിയുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്ന 40 വയസ്സല്ല 30 വയസ്സുള്ള ആൾക്ക് ചിലപ്പം 60-65 ആയിരിക്കും അവരുടെ ബോഡി ഏജ്. നമ്മൾ ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അത് തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇതിൽ ചെയ്യുന്നത്, നമ്മൾ ഈ ബേസിക്കലി നമ്മളുടെ ഫുഡിൻ്റെ അളവ് കറക്റ്റ് ചെയ്യുക, എക്സസൈസ് കറക്റ്റ് ചെയ്യുക, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുക. ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റഡ് ആകും, ഹോർമോൺ സിസ്റ്റം കറക്റ്റഡ് ആകും, രക്തക്കൊഴലുകൾ ഹെൽത്തി ആകും. അപ്പോൾ അത് എല്ലാം നമ്മുടെ ബോഡിയിലെ റിപ്പയർ പോസിബിലിറ്റി വരുന്നു എന്നുള്ളതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏതു പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും
ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടിന്റെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറെക്കാൾ അറിവ് നേടാൻ എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാണ് എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയുമുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.